ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാമ്പത്തികം ഒന്നുകൊണ്ട് മാത്രം വലിയവൻ, പ്രവൃത്തി കൊണ്ടും ഗുണം കൊണ്ടും വലിയവനാവാൻ നോക്ക് സാറേ. ഇപ്പോഴാ രാജു നിന്റെ പഴയ ചുണക്കുട്ടിയായ രാജു ആയത്. മറ്റാരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി. ഞാൻ നിനക്കൊരു ജോലി വാങ്ങിത്തരാം. നീ ആ PA പടിന്ന് മാറിക്കോ. എന്താ, സമ്മതമാണോ? എന്റെ ഒരു സുഹൃത്തെ ഇവിടെ ഒരു ബാർ നടത്തുന്നുണ്ട്. നിന്നെ ഞാൻ അവിടുത്തെ മാനേജരാക്കടാ. മാസം 10,75,000 രൂപ ശമ്പളം, പിന്നെ കിമ്പളം, പിന്നെ കമ്മീഷൻ. എന്തു പറയുന്നു? വേണമെങ്കിലേ രണ്ടെണ്ണം അടിക്കുകയും ചെയ്യാം. വേണ്ട സാർ, വർമ്മ സാറിന്റെ കൂടെയുള്ള ജോലി തന്നെ എനിക്ക് മതി. വർഷങ്ങൾ ഒരുപാടായി ഞാൻ സാറിന്റെ കൂടെ കൂടിയിട്ട്. സാറ് തരുന്ന ശമ്പളം തന്നെ എനിക്കും എന്റെ കുടുംബത്തിനും ധാരാളം. സാറിന്റെ വലിയ മനസ്സിന് നന്ദി. മോനൊന്ന് നിന്നേ. എന്താ സാറേ? അതെയാക്കടാ നിന്റെ ഈ സാറേ സാറേ എന്നുള്ള വിളി. നീ സാറേ സാറേ എന്ന് വിളിക്കുമ്പോഴേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാഗരാജനും മോനും വെറും ഉണ്ണാക്കന്മാരാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നീ എന്താടാ വർമ്മയുടെ മോളുടെ കണ്ണിൽ നോക്കി കഥകൾ കളിക്കുന്നോ? നീയും ആ പെണ്ണുമായിട്ടുള്ള സകല ചുറ്റിക്കളിയും ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എന്റെ മോന് ഇഷ്ടമായ ഒരേ ഒരു പെണ്ണാവള്. നിർത്തിക്കോണം. വർമ്മയുടെ വീട്ടിലുള്ള നിന്റെ കൂലിപ്പണിയും വർമ്മയുടെ മകളോടുള്ള നിന്റെ പ്രേമപ്പനിയും ഇന്നത്തോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിലേ നിന്നെ കൊത്തി എറിഞ്ഞ് കായലിൽ താഴ്ത്തും ഞാൻ. മനസ്സിലായോടാ? സാറേ, കൈയെടുക്ക സാറേ. കൈയെടുക്കാനാ പറഞ്ഞേ. സാറിപ്പോ എന്നോട് സംസാരിച്ച രീതി അത് തീരെ ശരിയായില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല സാറെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സാർ ഉദ്ദേശിക്കുന്ന പോലൊരു വ്യക്തിയല്ല ഞാനും. സമ്പത്തിനും പെണ്ണിനും വേണ്ടി സ്വന്തം മനസാക്ഷിയെ മറന്ന് പ്രവർത്തിക്കുന്നവനല്ല ഞാൻ. അങ്ങനെയല്ല എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന. പുറമേ ഒരു സംസാരവും ഉള്ളില് മറ്റൊരു വൃത്തികെട്ട ചിന്താരീതികളും കൊണ്ടു നടക്കുന്ന സാറിനെ പോലുള്ള വലിയ ആളുകൾക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ മനസ്സേ മനസ്സിലാവില്ല. ഇത്രയും കടുത്ത വാക്കുകള് സമ്പത്ത് കൊണ്ട് വലിയവനായ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതില് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാമ്പത്തികം ഒന്നുകൊണ്ട് മാത്രം വലിയവൻ, പ്രവൃത്തി കൊണ്ടും ഗുണം കൊണ്ടും വലിയവനാവാൻ നോക്ക് സാറേ. ഇപ്പോഴാ രാജു നിന്റെ പഴയ ചുണക്കുട്ടിയായ രാജു ആയത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നീ താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും നിന്റെ തലയിൽ കയറുമെന്നും തലയിൽ കയറാൻ വരുന്നവരോട് എങ്ങനെ മറുപടി പറയണമെന്നും നിനക്കിപ്പോ മനസ്സിലായല്ലോ. എനിക്കത് മതി. വർമ്മ സാറ് സാറിന് കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. സാർ നടക്ക്. ദീപക് എന്താ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുവരാഞ്ഞത്? അവരെ കൂടി കൊണ്ടുവരായിരുന്നു. കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ കുഞ്ഞിനൊരു പനിക്കോള്. പിന്നെ ഞാനാ പറഞ്ഞേ വരണ്ടാന്ന്. ഇപ്പോഴത്തെ പനിയൊക്കെ ഒന്ന് സൂക്ഷിക്കണം.
അല്ല നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? ആ സംസാരിച്ചു കഴിഞ്ഞു സാറേ. സാറിന് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അക്കൗണ്ട്സിന്റെ കാര്യത്തിലേ. ഞാനതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. സാഗരജ വെറുതെ പറയുന്നല്ല, കണക്കിൽ പുലിയാണവൻ. ഒരു ചെറിയ തെറ്റുപോലും രാജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ടാകാൻ രാജു സമ്മതിക്കില്ല. കണക്കിന്റെ കാര്യത്തില് അത്ര കണിശക്കാരനവൻ. ആ, അതെനിക്ക് മനസ്സിലായി. അല്ല സാഗരജ, സോമരാജനെ കണ്ടില്ലല്ലോ, വരില്ലേ? ആ, ഇല്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ. ആ ചിലപ്പോ വല്ല മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ, മോൾക്ക് ഈ വീട് ഇഷ്ടായോ? ഇഷ്ടായി. ഇഷ്ടായില്ലെങ്കിൽ പറയണം. മോള് താമസിക്കേണ്ട വീടാ. അതുകൊണ്ട് മോൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ തന്നെ ഇത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് പുത്തൻ പുതിയൊരു വീട് മോൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വെക്കും. ആ വീട്ടിലേക്കായിരിക്കും മോള് വന്നു കയറുന്നത്, അല്ലേ ഏട്ടാ? ആ, അതിലൊരു ചോദ്യമുണ്ടോ? മോള് പറഞ്ഞാൽ ഇടം വരാൻ നോക്കാതെ ഞങ്ങൾ ചെയ്തിരിക്കും. അതൊന്നും വേണ്ട. ആ, നീ ഇങ്ങനെ നിന്നാ മതിയോ? റെഡിയാവുന്നില്ലേ? ആ, ഇനിയിപ്പോ ആരും വരാനൊന്നുമില്ല. മെയിനായിട്ട് വരാനുള്ളവരൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയുള്ളവര് വരുമ്പോ വന്നാ മതി. അഭിലാഷേ, ആ എന്റെ മുറിയിലെ ഷെൽഫിലെ ഇവനിടാനായിട്ട് ഞാൻ വാങ്ങിയ ഡ്രസ് ഇരിപ്പുണ്ട്. നീ പോയി അതെടുത്തുണ്ടോ? ശരി എങ്കിൽ വാടാ. റോഹന്റെ ഫ്രണ്ട്സാ. ഇവനെന്ന് വെച്ചാൽ അമ്മമാർക്ക് ജീവനാ. ഫുൾ ടൈം അവന്മാർ ഒരുമിച്ചാ. ചിലപ്പോഴൊക്കെ തോന്നും യുവമാര് നമ്മുടെ മക്കൾ തന്നെയാണോ എന്ന്. എന്ത് കാര്യത്തിന് യുവമാരോട് ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവന്മാരത് ചെയ്തിരിക്കും. അത്രയ്ക്ക് സ്നേഹമുള്ളവരാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരെ കിട്ടാൻ ബുദ്ധിമുട്ടാ. പണം കൊടുത്താൽ കിട്ടുന്നതല്ലോ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ്. പണം കണ്ടു വരുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പിന്നിൽ നിന്നൊരു കുത്തും കൂടി പ്രതീക്ഷിക്കാം. ഏയ്, അവരത്രക്കാരൊന്നുമല്ല. കേട്ടോ മോളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ അവര് നിന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. അല്ലാതെ ഈ പുഴുക്കുത്ത് പോലെയുള്ളതിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മോൾ ഒഴിവാക്കണം.